2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ വളരെ വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇനിയിപ്പോൾ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പല രീതിയിലുമുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എടുത്തു പറയാനുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. അതിൽ ആർക്കാണ് മുൻതൂക്കം, ആർക്കാണ് ഒരു തിരിച്ചടി ഉണ്ടാവുന്നത്, എന്ത് അട്ടിമറിയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം പല സർവേ റിസൾട്ടുകളും പുറത്തു വരുമ്പോഴത്തേക്കും വമ്പൻ അട്ടിമറി കേരളത്തിൽ നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഭരണം നിലനിർത്തുക, ഭരണം അട്ടിമറിക്കുക, ഒരു വലിയ ശക്തിയായിട്ട് കേരളത്തിൽ മാറുക എന്നുള്ള പല രീതിയിലുമുള്ള നീക്കങ്ങളാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും നിലവിലത്തെ സാഹചര്യത്തിൽ നേടിയെടുക്കാനുള്ള ഒരു നേട്ടമെന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ വീഴുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും, അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് സി വോട്ടറിൻ്റെ സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ഭരണ അട്ടിമറി കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ മികച്ച ഒരു മത്സരം പലയിടത്തും നടക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടങ്ങൾ പ്രവചനാതീതമായി നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, വിജയപരാജയങ്ങൾ പ്രവചിക്കാൻ പോലും പറ്റാത്ത വണ്ണമുള്ള ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ, അതായത് 10ൽ കൂടുതൽ സീറ്റുകൾ നിലവിൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സി വോട്ടർ സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ വലിയ തോതിലുള്ള അട്ടിമറി സാധ്യതയുണ്ട്. അതിൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് LDFിനാണ് എന്ന തരത്തിൽ തന്നെയാണ് സി വോട്ടർ സർവേ പുറത്തുവിടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDFിന് നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും മനസ്സിലാവുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ടുള്ള സർവേ റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് LDF ഭരണ അട്ടിമറി സംഭവിക്കുന്ന തരത്തിൽ, LDFിൻ്റെ കയ്യിൽ നിന്നും ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നും UDF ഭരണത്തിലെത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും BJP ഒരു മൂന്നാം മുന്നണി എന്നുള്ള തരത്തിൽ കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ട്, നിയമസഭയിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും സി വോട്ടർ സർവേ പ്രവചിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേ റിസൾട്ടുകളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDF, UDF, BJP എത്രയൊക്കെ സീറ്റുകൾ നേടുമെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മൂന്ന് സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു ഭരണ അട്ടിമറി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിൽ CPIM, അതായത് ഇടതുപക്ഷത്തിന് 46 സീറ്റുകൾ കൊടുത്തിരിക്കുന്ന സർവേയുണ്ട്. INC കോൺഗ്രസിന് 89 സീറ്റുകൾ കൊടുത്തിരിക്കുന്ന സർവേയുണ്ട്. BJP 3 സീറ്റുകൾ എന്നുള്ള സർവേ റിസൾട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രകാരം 56 സീറ്റുകൾ ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്നു, 78 സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു, 3 സീറ്റുകൾ BJPക്ക് കൊടുത്തിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ, അതായത് ഈ മാസം മാർച്ചിൽ നടന്ന സർവേ റിസൾട്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിനല്ല, വലതുപക്ഷത്തിനാണ്. അതായത് UDFിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. 50ൽ താഴെയും കൊടുത്തിട്ടുണ്ട്, 50ന് മുകളിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ തകർച്ച എന്നുള്ള തരത്തിലോട്ട് സീറ്റുകൾ പോകുന്നു എന്നല്ല, പക്ഷേ ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. സീറ്റുകൾ മാക്സിമം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ്. അതായത് 40+, അതോടൊപ്പം തന്നെ 50+ എന്നുള്ള തരത്തിൽ, അതായത് 40നും 60നും ഇടയിലുള്ള സീറ്റുകളായിരിക്കാം ഇടതുപക്ഷത്തിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന സീറ്റുകൾ. അതേസമയം UDFിനെ സംബന്ധിച്ചിടത്തോളം പല സർവേ റിസൾട്ടുകളും പറയുന്നത് 70+, അതോടൊപ്പം തന്നെ 80+, 70 to 90 എന്നുള്ള ആ ഒരു കണക്കാണ് മിക്ക സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ചുള്ള എല്ലാ സർവേയും ഒരുപോലെ പറയുന്നു അക്കൗണ്ട് തുറക്കുമെന്നുള്ളത്. അതിൽ ചിലതൊക്കെ തന്നെ 3 സീറ്റുകൾ, 4 സീറ്റുകൾ, 5 സീറ്റുകൾ മാക്സിമം
6 സീറ്റുകൾ വരെ പറഞ്ഞിരിക്കുന്ന സർവേ റിസൾട്ട് ഇപ്പോൾ വരെയും പുറത്തു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ എന്ത് മാറ്റമായിരിക്കാം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഭരണ അട്ടിമറി ഉണ്ടാകുമോ? ഈ പറയുന്ന തോതിൽ BJP മൂന്നാം മുന്നണിയായി ശക്തി പ്രാപിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? അതോടൊപ്പം തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുമോ? അതല്ല സർവേ റിസൾട്ടുകൾ പുറത്തു വന്നത് പ്രകാരം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? UDF വന്ന മിക്ക സർവേകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം UDF നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ്. പക്ഷേ ഒരു വലിയ തോതിൽ, അതായത് അവർ പ്രതീക്ഷിക്കുന്ന കണക്ക് ഒരു 100 സീറ്റ് അല്ലെങ്കിൽ 100-ലുപരി സീറ്റ് എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ പോലും ഏകദേശം അതുവരെ എത്തുന്ന തരത്തിലുള്ള, അതായത് ഒരു 90 അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 70-75 മുകളിൽ എന്നുള്ള കണക്കിലേക്ക് പല സർവേകളും, ഇപ്പോൾ വരെ പുറത്തു വന്ന പല സർവേകളും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെയും ഒരു സർവേ റിസൾട്ടുകൾ മാത്രമാണ്. സർവേ റിസൾട്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് അത് തന്നെ സംഭവിക്കുമെന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അതിനുള്ളിൽ എന്ത് തരം മാറ്റങ്ങൾ, ഒരു റിയൽ ആയിട്ടുള്ളൊരു തീരുമാനം ജനങ്ങൾ എന്താണ് എടുക്കാനായി പോകുന്നത്, അത് ആർക്ക് അനുകൂലമായിരിക്കും ആർക്ക് പ്രതികൂലമായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഇന്ത്യയിലുടനീളം ഭരണമില്ലാത്ത തരത്തിലോട്ട് ഇടതുപക്ഷം മാറുമോ? അതല്ല കേരളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇടതുപക്ഷത്തിന് വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുന്ന തരത്തിലോട്ട് ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ? അതല്ല ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? UDFന് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ? അതല്ല ഒരു അട്ടിമറി വിജയത്തിലൂടെ ഭരണത്തിലെത്താൻ സാധിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ സീറ്റുകളൊന്നും ഇല്ലാത്ത നിയമസഭയിൽ അവർക്ക് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട്, അതായത് 1-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഒരു മൂന്നാം മുന്നണി ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് BJPക്ക് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ട് പ്രകാരം എന്തായാലും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അത് UDFന് ചായ്വായിട്ട് തന്നെയാണ് പല സർവേ റിസൾട്ടുകളും ഇപ്പോൾ പുറത്തു വന്നത് പ്രകാരം, ദേശീയ സർവേ റിസൾട്ടുകൾ പോലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് അടിപതറുമെന്നും BJP നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ്. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇടതുപക്ഷമാണോ UDF ആണോ അതല്ല BJP ആണോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം.